എല്ലാവരുടെ വീട്ടിലും ഈ ടൈമിൽ ഇഷ്ടം പോലെ ബീഫും മട്ടനും ഒക്കെ ഉണ്ടാവുമല്ലേ. എന്താ ഈ വെറൈറ്റി ഉണ്ടാക്കണ്ടേ, കഴിച്ച് തന്നെ കഴിക്കുമ്പോൾ മടുപ്പല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുകയല്ലേ നിങ്ങൾ. അപ്പോൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കിഡിലൻ കോംബോ ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്ന ബീഫ് ചില്ലിയും അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസും. ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് കാണാം. ചിക്കനൊക്കെ വെച്ചിട്ട് വേഗം തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബീഫ് ചില്ലി സൈഡായിട്ട് ഉണ്ടാകുമ്പോൾ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോ. ഒരു ബൾബും കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുത്തു. ഞാൻ ഇത് കുറച്ച് വലിയ ഒരു ബൾബ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം അതിലോട്ട് പച്ചമുളകും ക്യാരറ്റും അതുപോലെ ബീൻസും ചെറിയതായി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരൂലേ, കുറച്ചൊന്ന് കുക്കായിട്ട് വാടി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വെജീസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നതിന് ശേഷം മാത്രം കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കട്ടെ. ക്യാബേജ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഞാനൊരു ചെറിയ ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ പീസായാലും കട്ട് ചെയ്യുമ്പം കുറച്ച് നല്ല കൂടുതൽ തന്നെ കാണുമല്ലോ. പക്ഷേ അത് വാടിക്കഴിയുമ്പം എന്താ പറയുക, അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെജീസൊന്നും അങ്ങനെ നല്ലപോലെ വെന്ത് കുഴയേണ്ട കേട്ടോ, ഫ്രൈഡ് റൈസിനല്ലേ. അപ്പോൾ കുറച്ച് അങ്ങനെ തന്നെ വേണം, കടിക്കാൻ കിട്ടണം, അതല്ലേ അതിൻ്റെ ടേസ്റ്റ്. ഇനി ജസ്റ്റ് ഒന്ന് അതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വഴറ്റിയ വെജീസൊക്കെ ഒന്ന് സൈഡിലോട്ടാക്കി വെച്ചിട്ട് അതിൽ തന്നെ ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഓയിലില്ലെങ്കിൽ കുറച്ച് 1/2 ടീസ്പൂണൊക്കെ ഓയിലും കൂടി ചേർത്ത് കൊടുത്തോ. എന്നിട്ട് ഈ ഒരു മുട്ട ഞാൻ ഒന്നേ ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് 2 വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അത്ര ക്വാണ്ടിറ്റി ആക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഒരു മുട്ട ചേർത്തേ. അത് നല്ലപോലെ തന്നെ വെന്ത് വരുന്നവരെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് വെജീസൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കുറഞ്ഞു പോവണ്ട, റൈസിനൊക്കെ അനുസരിച്ചിട്ട്, അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അറിയണ്ടാവില്ല ഉണ്ടാക്കുന്നവരാണെങ്കിൽ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസില്ലേ അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് സ്പ്രിംഗ് ഓണിയനില്ലേ, അതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, മേലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തോ. ഇനി എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫ്രൈഡ് റൈസിന് പൊതുവേ ചേർക്കാറില്ല, ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഇതിലോട്ട് കുറച്ച് റൈസും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. എന്താ പറയുക, ഒരു 10-15 മിനിറ്റൊക്കെ മതിയാവും. നമ്മൾ വെജീസൊക്കെ ആദ്യം കട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ വേഗം തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു റൈസ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അടച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ അത് ഒരു റൈസിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ചേർത്ത് കൊടുത്തു കേട്ടോ. എനിക്കത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി, നല്ല ടേസ്റ്റാണ്, ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളകും മുളക് പൊടിയും അതുപോലെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ എടുത്താൽ മതി. പിന്നെന്താ, കുറച്ച് ഗീയും കൂടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, സിമ്പിളല്ലേ. ഞാനതാ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കൻ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. പക്ഷേ നമ്മൾ ബീഫ് ചില്ലി ഉണ്ടാക്കുന്നതുകൊണ്ട് ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ആവി വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ല, നല്ല വിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസിനെ നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഈ ചോറില്ലേ, നെയ്ച്ചോറാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായ, വേവിച്ചിട്ട് എടുത്തതല്ല. നെയ്ച്ചോറാക്കിയിട്ട് നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഗീ റൈസ് എന്താ പറയുക, ജീരകശാല അരി തന്നെയാണ് കേട്ടോ എടുത്തത്. നല്ല ടേസ്റ്റാണ് ഫ്രൈഡ് റൈസിന്. ഞാൻ അധികം ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ.
അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ചില്ലി നോക്കിയാലോ. ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഇപ്പോൾ എല്ലാവർക്കും ബീഫ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ. അപ്പോൾ ഞാനൊരു മുക്കാൽ കിലോനോളം നല്ല എന്താ പറയുക ഇറച്ചി പീസ് തന്നെ എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 3/4 വേവിൽ വേവിക്കാട്ടോ. ഒരു 5-6 വിസിൽ. അത് നിങ്ങൾ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 വിസിലോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പീസ് തന്നെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ 1 ടേബിൾ സ്പൂൺ തന്നെ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചേർത്തതല്ലേ. അതുപോലെ സോയാ സോസും ഒഴിക്കുന്നുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് എന്താ പറയുക മൈദയും കോൺഫ്ലവറൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അത് തന്നെ മതിയാവും. അല്ലെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടി മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെച്ചാൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് ആവശ്യത്തിന് തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബീഫൊക്കെ. പിന്നെ ബീഫ് ഇതുപോലെ പൊരിച്ചെടുക്കുമ്പം നമ്മൾ വേവിച്ചതല്ലേ, അതുകൊണ്ട് കൂടുതലിട്ടിട്ട് അങ്ങനെ കുക്കാക്കാൻ നിൽക്കണ്ട കേട്ടോ. കാരണം നല്ല ഹാർഡായി പോവും. അപ്പം പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ആ ഒരു കോൺഫ്ലവറും മൈദൻ്റെ ഒക്കെ ആ ഒരു കൂട്ടില്ലേ, അത് ഒന്ന് വേവുന്ന വരെ അങ്ങനെ എടുത്താൽ മതി. കൂടുതലായിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും നല്ല ഹാർഡാവും കേട്ടോ. അപ്പോൾ ബീഫ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബീഫൊക്കെ എടുത്തതിന് ശേഷം ഇതിലുള്ള ഓയിൽ കുറച്ച് മാറ്റിയിട്ട് 1-2 ടേബിൾ സ്പൂണോളം മാത്രം ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് അതിന് മുന്നേ ഞാൻ ഒരു ചെറിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ക്യൂബ്സ് ആക്കിയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കുക. എരിവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഞാനൊരു വലിയ പച്ചമുളക് ആയതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് പകുതിയേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ നോക്കുമ്പോൾ പകുതിയേ ഉണ്ടായിട്ടുള്ളൂ, ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 തന്നെ എടുക്കുക. എന്നിട്ട് പകുതി ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം തന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആ ടൈമിൽ ഞാൻ 1 ടീസ്പൂണോളം കോൺഫ്ലവർ ഇല്ലേ, അത് നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രേവിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ചില്ലി ബീഫിന് അങ്ങനെ ഗ്രേവി വേണ്ടല്ലോ. അപ്പോൾ അത് നോക്കുക, എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1/4 കപ്പ് മാത്രമേ, ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ തിക്കാവുമല്ലോ നമ്മൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട്. ഇനി ഇതിലോട്ട് ഒരു അരമുറി സവാള നമ്മൾ ചില്ലിയൊക്കെ ചെയ്യുന്നില്ല, അതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും അതുപോലെ ക്യാപ്സിക്കം, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ 1 തന്നെ എടുക്കുക. ഒരു 1/2 പീസ് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് അതും കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ഒരു കാണാൻ ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഇനി ഇതിലോട്ട് ഉപ്പും ഇതൊക്കെ നോക്കുക. പിന്നെ 1/2 ടീസ്പൂണല്ല 1 ടീസ്പൂണോളം ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കിഡിലനായിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, വേഗം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ടൈമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈം തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ എന്നും പറയുന്നവരെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ കോംബോയും നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള റെസിപ്പീസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതാണ് ഇഷ്ടം എന്നൊക്കെ മനസ്സിലായതുകൊണ്ട്.
അപ്പം വേറെന്താ, ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറേ പേര് ഈദ് വ്ളോഗ് കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല, എന്താണെന്നറിയില്ല, ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതിന്, പക്ഷെ ഭയങ്കര മടിയായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.